അപ്പോൾ എന്താണ് ഗൈസ്, നമ്മൾ കുറേ നാൾ കൂടി ഒരു വാട്സപ്പായിട്ട് വന്നിട്ടുണ്ട്. അപ്പം എന്താണ് നമ്മൾ കുറേ നാളായിട്ടൊന്നും ചെയ്യുന്നില്ലായിരുന്നു, എല്ലാം സ്റ്റോപ്പ് ചെയ്തേക്കുമായിരുന്നു. കുറച്ച് സ്റ്റഡീസും വർക്കും അങ്ങനെയൊക്കെ ആയിട്ട് കുറേ പരിപാടികളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് വാട്സപ്പുകളൊന്നും ഇറക്കുന്നില്ലായിരുന്നു. പിന്നെ കുറേ ലിങ്കിങ്ങിൻ്റെ പ്രശ്നവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്ന് നമുക്ക് പ്രശ്നമായിരുന്നു. അപ്പം ഓൾമോസ്റ്റ് എല്ലാം ഒന്ന് ഒതുങ്ങി ഓക്കെ ആയ ഒരു സമയത്താണ് ഇപ്പം നമ്മളൊരു അടിപൊളി വാട്സപ്പായിട്ട് ഇപ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പം എന്താണ് ഗൈസ്, ഇതാണ് പുതിയ വാട്സപ്പ്. അപ്പം ജസ്റ്റ് നേരെ വാട്സപ്പിലേക്ക് പോകാം. അപ്പം കുറേ ലാഗടിച്ചോ ലോങ് ആക്കിയ വീഡിയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പം നോർമൽ ഫീച്ചേഴ്സ് എല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് വിടുവാണ്. ആൻറ്റിവൈറസ് ഇമ്മ്യൂൺ വാട്സപ്പാണ്. അപ്പോൾ ഇതാണ് തീം. പേടിക്കേണ്ട, ഇതിൽ അടിപൊളി തീം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ലൈവ് വാൾപേപ്പർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം ജസ്റ്റ് ആദ്യമേ നമ്മുടെ സെറ്റിങ്സ് നമുക്ക് നോർമലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ കിട്ടുന്നുണ്ട്. നമ്മുടെ എയ്റോപ്ലെയിൻ മോഡുണ്ട്, പിന്നെ ഗോസ്റ്റ് മോഡ് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ സൈഡിലത്തെ ബട്ടൺസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ സെറ്റിങ്സിൻ്റെ അകത്ത് നമുക്ക് എന്താണ് നമ്മുടെ ആപ്പിൻ്റെ ഇൻഫോ വെർഷൻ നമുക്കിവിടെ കാണാം. 2.25.37.76 ആണ് നമ്മുടെ വെർഷൻ വരുന്നത്. അപ്പം ഏറ്റവും പുതിയ വെർഷൻ്റെ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ഇതുവരെ കാണാത്തവരൊക്കെയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ടെലിഗ്രാം ചാനലിലാണ് നമ്മൾ ഇനി തൊട്ട് കാര്യങ്ങളൊക്കെ കൂടുതൽ വിടുന്നത്. അപ്പം അവിടെയും കയറി ജസ്റ്റ് ഒന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ എന്താണ് നമ്മുടെ ബാക്കി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ഹാക്കർലാ ഡെക്കിൻ്റെ ഒരു ഓപ്ഷൻ കാണുന്നുണ്ട്. അവിടെ റീസ്റ്റാർട്ട് ന്യൂ ചാറ്റും പ്രൈവസി അവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ന്യൂ കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് മെസ്സേജ് അങ്ങനത്തെ റീഡ് ഓൾ സെറ്റിങ്സ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഹോം ആനിമേഷൻ ഹോം ആനിമേഷൻ്റെ അകത്ത് ഹോം സ്ക്രീനിൻ്റെ സ്റ്റൈല് അപ്പം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നമ്മുടെ 3 സ്റ്റൈൽ ഇട്ടേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേണ്ടത് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്തിട്ട് ജസ്റ്റ് സേവ് ചെയ്യുക. പിന്നെ ജസ്റ്റ് ബാക്ക് വരിക. അതുപോലെ തന്നെ ഹോം സ്ക്രീൻ ബാക്ക്ഗ്രൗണ്ട് അത് നമ്മുടെ വീഡിയോ വാൾപേപ്പർ ആട്ടോ. അപ്പം നിങ്ങൾക്ക് ഏതാണ് വീഡിയോ വാൾപേപ്പർ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അതുകൊടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സേവ് ചെയ്യുക. എന്നിട്ട് ബാക്ക് വന്നതിന് റീസ്റ്റാർട്ടിൻ്റെ ഓപ്ഷൻ ചോദിക്കുക. അപ്പം ജസ്റ്റ് റീസ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹോം സ്റ്റൈലും പിന്നെ അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ഏതാ ഇഷ്ടമുള്ള എന്ന രീതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സെറ്റ് ചെയ്തിടാവുന്നതാണ്. അപ്പം ബാക്കി നമ്മുടെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ മേളിൽ തന്നെ ഇപ്പം ഓപ്ഷൻ നമ്മുടെ പ്രൈവസി ഓപ്ഷനുണ്ട്. അപ്പോൾ പ്രൈവസി ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പം നമ്മുടെ വൈറ്റ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ അതുപോലെ ടെലിഗ്രാം ചാനലും കയറി നോക്കുക ഗൈസ്. പിന്നെ നമ്മുടെ പ്രൈവസി ഇപ്പം പ്രൈവസിക്കകത്ത് ഫ്രീസ് ലാസ്റ്റ് സീൻ ഡിസേബിൾ ഫോർവേഡ് കോൾസ് ആൻഡ് സ്റ്റാറ്റസ് പ്രൈവസി കസ്റ്റം പ്രൈവസി ഹൈഡ് വ്യൂ സ്റ്റാറ്റസ് ആൻറ്റി ഡിലീറ്റ് മെസ്സേജ് വ്യൂവൺസിൻ്റെ ഓപ്പൺ പിന്നെ ഷോർട്ടിക്ക് ബ്ലൂടിക്ക് ആഫ്റ്റർ റിപ്ലൈ കോൺടാക്ട്സ് ഗ്രൂപ്പ് ബ്രോഡ്കാസ്റ്റിൻ്റെ പ്രൈവസികൾ സെപ്പറേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടൈറ്റാനിയം ബാക്കപ്പ് ഇവിടെ കിട്ടുന്നുണ്ട്. അഡ്വാൻസ് ക്ലീനിങ്ങിൻ്റെ അകത്ത് നമ്മുടെ ഡാറ്റ ക്ലീനിങ് കിട്ടുന്നുണ്ട്. പിന്നെ സെക്യൂരിറ്റിക്കകത്ത് നമ്മുടെ നോർമൽ വാട്സപ്പിൻ്റെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് പാസ്വേഡ് ഫിംഗർ പ്രിൻ്റ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ആഡാണ്. പിന്നെ ഹോം കസ്റ്റമൈസേഷൻ്റെ അകത്ത് പിന്നെ മോർ ദാൻ 3 ചാറ്റ് സെപ്പറേറ്റ് ചാറ്റ് ആൻഡ് ഗ്രൂപ്പ് ഡിസേബിൾ ചാനൽസ് ഹൈഡ് മെറ്റായി ഫാബ് പിന്നെ ഹൈഡ് ഗോസ്റ്റ് മോഡ് ഐക്കൺ എയർപ്ലെയിൻ്റെ ഐക്കൺ ഹൈഡ് ചെയ്യാൻ പിന്നെ ഡിസേബിൾ ന്യൂ സെർച്ച് ബാർ ഹൈഡ് കോൾസ് ടാബ് ഹൈഡ് കമ്മ്യൂണിറ്റി ടാബ് ഹൈഡ് സ്റ്റാറ്റസ് അപ്ഡേറ്റ് ടാബ് ആക്റ്റീവ് ചാറ്റ്സ് ഓൺ ടോപ്പ് ആക്ടിവേറ്റ് ഓൾവേസ് ഓൺലൈൻ പിന്നെ ഫാൾസിഫൈ ദ നമ്പർ ഓഫ് വ്യൂസ് ഓൺ സ്റ്റാറ്റസ്. അപ്പം നമുക്കിവിടെ എത്രയാണ് നമ്മുടെ സ്റ്റാറ്റസ് നമ്മുടെ സ്റ്റാറ്റസ് വ്യൂസ് എത്ര വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇടുവാണെങ്കിൽ അപ്പോൾ നമുക്ക് അത്രയും സ്റ്റാറ്റസ് ഇവിടെ നമ്മുടെ സ്റ്റാറ്റസിന് അത്ര വ്യൂസ് വന്നായിട്ട് കാണിക്കും. അപ്പോൾ ഒരു ഓപ്ഷൻ അങ്ങനെയുണ്ട്. പിന്നെ ബാക്ക് വരുവാണെങ്കിൽ നമ്മുടെ ബാക്കി കോൺവെർസേഷൻ സ്ക്രീനിൻ്റെ ഓപ്ഷൻസിൻ്റെ അകത്ത് ഫോർവേഡ് ആസ് വോയിസ് നോട്ട്. അപ്പോൾ വോയിസ് നോട്ട് ഫോർവേഡിങ്ങിൻ്റെ സമയത്ത് വോയിസ് നോട്ടായിട്ട് ഫോർവേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ കൺഫേം ബിഫോർ സെൻഡിങ് സ്റ്റിക്കർ ഉണ്ട്. ഹൈഡ് മെസ്സേജ് ട്രാൻസ്ലേഷൻ ആൻറ്റി എഡിറ്റ് മെസ്സേജ് ഉണ്ട്. ഇൻക്രീസ് ദ ഫോർവേഡ് ലിമിറ്റ് എഡിറ്റ് ഇൻക്രീസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അഡ്മിൻ ഇൻഡിക്കേറ്റർ ഉണ്ട്. ഹൈഡ് ഡേറ്റ് ആൻഡ് ആൻറ്റി ടെമ്പററി മെസ്സേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നമുക്ക് ഡിലീറ്റ് ചെയ്ത മെസ്സേജ് നമുക്ക് ഡിലീറ്റ് ആവാത്ത ഒരു ഓപ്ഷനാണ്. പിന്നെ ഫേക്ക് ഓൺലൈൻ കോൺവെർസേഷൻ നമുക്ക് ഫേക്ക് ചാറ്റ് ഇവിടെ ഉണ്ട്. പിന്നെ ഫാൾസിഫൈ ലാസ്റ്റ് സീൻ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ടൈം സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. നമുക്ക് ഫാൾസിഫൈ ചെയ്ത് വെക്കാം. നമുക്കപ്പോൾ ടൈം ഇവിടെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ലാസ്റ്റ് സീൻ നമ്മുടെ ഈ ടൈം മേക്കിംഗ് കാണിക്കുന്നു. പിന്നെ ബബിൾസ് നമ്മുടെ റൈറ്റ് ലെഫ്റ്റ് ബബിൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ബാക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ മീഡിയ സെറ്റിങ്ങിൻ്റെ അകത്ത് ഇമേജസും വീഡിയോസും ഓഡിയോസ് ആൻഡ് വീഡിയോ ലിമിറ്റ് നമുക്ക് ലിമിറ്റില്ലാണ്ട് സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ അഡീഷണൽ ഫീച്ചേഴ്സിൻ്റെ അകത്ത് നമ്മുടെ ഇമ്മ്യൂണിറ്റി കിടപ്പുണ്ട്. അപ്പോൾ ക്രാഷ് കോൾ ഇവിടെ ഉണ്ട്. ഓഡിയോ ടൈം ഉണ്ട്. ഓഡിയോ ടൈം ഇവിടെ കിടക്കുന്ന ഇത് ഇൻക്രീസ് ചെയ്യാനുള്ളതും പിന്നെ ഇത് നെഗറ്റീവ് ഓഡിയോ ടൈം എന്നുള്ളത് നമ്മുടെ ഓഡിയോ ടൈം നെഗറ്റീവ് ഡിക്രീസ് ചെയ്ത് കാണിക്കുന്നതാണ്. പിന്നെ നമ്മുടെ ഇജക്റ്റ് 41 കോൺടാക്ട്സ് ഇജക്റ്റ് ലൊക്കേഷൻ ഉണ്ട്. എഡിറ്റ് ഇജക്റ്റ് ലൊക്കേഷൻ ചേഞ്ച് ലോക്ക് ലൊക്കേഷൻ. പിന്നെ നമ്മുടെ കോൺടാക്ട്സിൻ്റെ വൈറസ് ഓപ്ഷൻസ് കോൺടാക്റ്റ് ഇൻ സപ്പോർട്ടഡ് ഇമ്മ്യൂണൈസ് ദ വീക്ക് കാർഡ് ഉണ്ട്. ഡൈനാമിക് ഡിലേ ഉണ്ട്. DC കോൺടാക്ട്സ് ഇൻ 0 ഉണ്ട്. പിന്നെ നമ്മുടെ ആൻറ്റി ക്രാഷ് ഓപ്ഷൻസ് ഒക്കെയാണ് കേട്ടോ ഇത് പിന്നെ ബാക്കി വരുന്നത്. കംപ്ലീറ്റ് ആൻറ്റി ക്രാഷ് നമുക്ക് അനിൽ RSQL ഉണ്ട്. ആൻറ്റി ക്രാഷ് ഔട്ട് ഓഫ് മെമ്മറി ഉണ്ട്. ഇൻക്രീസ് പെർഫോമൻസ് ഫോഴ്സ് CPU. പിന്നെ ഇമ്മ്യൂണൈസ് ജിഡ് ഉണ്ട്. പിന്നെ ഇമ്മ്യൂണൈസ് സ്റ്റിക്കർ ലാഗ് ഉണ്ട്. ക്യാൻസൽ 75% ഓഫ് ദി ലോക്സ് ക്യാൻസൽ ജിഡ്സ് V2 ഓവർ റൈഡ് ടെക്സ്റ്റ് ലോക്സ് ക്യാൻസൽ ഹൈഡ് ടാഗ് ജിഡ്സ്. അപ്പം
ആൻഡ് ആൻറ്റി ഇമ്മ്യൂൺ സിസ്റ്റം നമ്മൾ നന്നായിട്ടൊരെണ്ണം കൊടുത്തിട്ടുണ്ട്. അപ്പം അതൊക്കെ വേണ്ടവരൊക്കെ എടുക്കുക. പിന്നെ നമ്മുടെ വാട്സപ്പിൽ ഇനിയിപ്പം പുതിയത് ഇറക്കുന്ന അനുസരിച്ച് നമ്മൾ ഫീച്ചേഴ്സ് ആഡ് ആക്കി കൊണ്ടുവരാം. പിന്നെ നമ്മുടെ ചാറ്റിൻ്റെ അകത്ത് നമുക്ക് ഓപ്ഷൻസ് വരുന്നത് ഇവിടെ നമ്മുടെ 3 ഡോട്ടിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നോർമലായിട്ടുള്ള എല്ലാ ഓപ്ഷൻസും ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ ഒരു സെറ്റിങ്സിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ നമ്മുടെ പ്രൈവസിയിലേക്ക് പോകാനുണ്ട്. പിന്നെ യൂസ്ഫുൾ ഷോർട്ട് കട്ടിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് ഡൗൺലോഡ് ചെയ്യാനുള്ള വെബ്സൈറ്റുകളുടെ ലിങ്കൊക്കെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ന്യൂ സ്റ്റാറ്റസ് ഇവിടെ നിന്ന് കൊടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ സെലക്ട് ഓൾ ഓപ്ഷൻ ഇവിടെ ഉണ്ട്. പിന്നെ വാൾപേപ്പർ, നമുക്ക് വീഡിയോ വാൾപേപ്പർ ചാറ്റിൻ്റെ അകത്ത് ഇടാവുന്നതാണ്. അപ്പം നമുക്ക് ചാറ്റിൻ്റെ അകത്ത് വീഡിയോ വാൾപേപ്പർ ജസ്റ്റ് ഇവിടെ ആഡഡ് ആയിട്ടുണ്ട്. നോക്കണം, ബാക്ക് അടിച്ചു ജസ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ചാറ്റിൻ്റെ അകത്ത് വീഡിയോ വാൾപേപ്പർ ആഡഡ് ആയിരിക്കും. പിന്നെ ബാക്കി ഓപ്ഷൻസ് നമ്മുടെ വൈറസ് ഓപ്ഷൻ ഇവിടെ ഉണ്ട്, ബോംബ് കിടപ്പുണ്ട്, ആൻഡ്രോയിഡ്, പിന്നെ നമ്മുടെ ഐഫോൺ, അതുപോലെ തന്നെ രണ്ടിനും കൂടി ഉള്ളത് കിടപ്പുണ്ട്. പിന്നെ വോയിസ് മോഡിഫയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അതിൻ്റെ അകത്താണ് നമ്മുടെ ഫേക്ക് വോയിസ് ഒക്കെയുള്ള ഓപ്ഷൻ കിടപ്പുണ്ട്. പിന്നെ ഫസ്റ്റ് മെസ്സേജ്, ഹൈഡ് ഇൻഫർമേഷൻ, ക്രിയേറ്റ് കോൺവെർസേഷൻ ലിങ്ക്, ബൾക്ക് മെസ്സേജ്. അപ്പം അങ്ങനത്തെ നമ്മുടെ നോർമലായിട്ടുള്ള നമ്മുടെ ഇമ്മ്യൂൺ വാട്സപ്പിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഉള്ള എല്ലാ ഓപ്ഷൻസും നമ്മളിവിടെ ആഡ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാം ന്യൂ UA ആണ്. നമ്മുടെ വാട്സപ്പിൻ്റെ പുതിയ വാട്സപ്പുകളുടെ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ആഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി അങ്ങനത്തെ എല്ലാ ഓപ്ഷൻസും നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഏറ്റവും പുതിയ വെർഷനാണ്. അപ്പം നമ്മുടെ വാട്സപ്പ് ഇതാണ്. അപ്പം നിങ്ങൾ കുറേ നാൾ കൂടി ഉള്ളതാണ്. ഇനിയിപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് അപ്ഡേറ്റ്, ഞാൻ എല്ലാ പ്രാവശ്യം പറയുന്നതാണ് കണ്ടിന്യൂസ് അപ്ഡേറ്റ്, പക്ഷേ ചെയ്യുന്ന പോലെയൊക്കെ ഒന്നും കൂടി നമ്മൾ ഒന്ന് ചെയ്യാൻ ശ്രമിക്കാൻ കഴിച്ചു. അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും വേണം. എല്ലാ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യിച്ചപ്പം ഓക്കെ.